ഇന്ന് നമുക്ക് ഏകശ്ലോക രാമായണം എന്താണെന്ന് നോക്കാം. ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായിട്ടും പറയുന്നതാണ് ഏകശ്ലോക രാമായണം. കർക്കിടകത്തിൽ രാമായണം പൂർണ്ണമായിട്ടും വായിക്കാൻ സാധിക്കാത്തവർക്ക് ഏകശ്ലോക രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. രാമായണം എന്നത് രാമൻ്റെ അയനമാണ്. അയനം എന്നാൽ യാത്ര. ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം. ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമൻ്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം എന്ന് പറയുന്നത്. രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്. തുളസീദാസാണ് ഏകശ്ലോക രാമായണം രചിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഈ ഒരു ഒറ്റ വരിയിലുള്ള ശ്ലോകം മനപ്പാടാക്കിയിട്ട് എന്നും ജപിക്കാവുന്നതാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും. ഇതേ ഫലസിദ്ധിയാണ് ഏകശ്ലോക രാമായണം നിത്യവും ജപിച്ചാലും ഉണ്ടാകുന്നത്. ശ്ലോകം ഇപ്രകാരമാണ്: പൂർവം രാമ തപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം. ഈ ശ്ലോകം തന്നെ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി പല സ്ഥലത്തും കാണാറുമുണ്ട്. ഇതിൻ്റെ ഉള്ളടക്കതാണ്: രാമൻ വനത്തിലേക്ക് പോയി സ്വർണ്ണ നിറത്തോടെ വന്ന മാൻപേടയെ പിന്തുടർന്ന് വധിച്ചു. സീതയെ അപഹരിച്ചു. ജഡായു മരണപ്പെട്ടു. സുഗ്രീവനുമായിട്ട് സംഭാഷണം ഉണ്ടായി. ബാലിയെ നിഗ്രഹിച്ചു. സമുദ്രമാർഗത്തെ തരണം ചെയ്തു. ലങ്കയെ ദഹിപ്പിച്ചു. തുടർന്ന് രാവണനും കുംഭകർണനും വധിക്കപ്പെട്ടു. ഇത്രയാണ് ഏകശ്ലോക രാമായണത്തിൻ്റെ വാചാർത്ഥ്യമായിട്ട് പറയപ്പെടുന്നത്. എല്ലാവർക്കും നല്ലൊരു കർക്കിടക മാസം ആശംസിക്കുന്നു.